അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെയും സമാധാനപൂർണ്ണമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് റമദാനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും റമദാൻ കരീം. ഇന്ന് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകളും കുറച്ച് നമുക്ക് നോയമ്പ് തുറയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാണിച്ചു തരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ആരോഗ്യപരമായ ഒരു ചൂടുള്ള ഡ്രിങ്ക് തന്നെ യൂസ് ചെയ്യാം. കാരണം നമ്മൾ നോയമ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് തണുപ്പുള്ളതൊക്കെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നോയമ്പിൽ തന്നെ നമ്മുടെ തൊണ്ടവേദനയും അസുഖങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐസും മറ്റുമൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഒരു നാടൻ സാധനമാണ്. അത് കൂരവിൻ്റെ പൊടി. കൂരവ്, പഞ്ഞപ്പുല്ല്, റാഗി എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ പൊടിയാണ്. ഈ പൊടിയിൽ കുറച്ച് സാധനങ്ങൾ ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്. അതായത് നമ്മുടെ റാഗി എന്ന് പറയുന്ന കടുകുമണി പോലെയുള്ള റാഗി വാങ്ങാൻ കിട്ടും. ആ റാഗി ഒന്ന് കഴുകി ഉണക്കി വറുത്തത്. പിന്നെ ചെറുപയർ. അപ്പോൾ റാഗി 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ചെറുപയർ, ഇനി പറയുന്ന സാധനങ്ങളെല്ലാം അര ഗ്ലാസ് എടുക്കുക. ചെറുപയർ, നമ്മുടെ പുഴുക്കലരി, കുറച്ച് ഗോതമ്പ്, ബാർലി, പിന്നെ കുറച്ച് നട്ട്സ്. ഏതൊക്കെ നട്ട്സ് വേണേലും ചേർക്കാൻ. ഞാനിതിൽ അണ്ടിപ്പരിപ്പ്, ബദാം ചേർത്തിരിക്കുന്നത്. എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. കാരണം നട്ട്സ് എന്ന് പറയുന്നത് പവർ ഹൗസാണ്, നമുക്കൊരുപാട് എനർജി തരുന്നതാണ്. അപ്പം നട്ട്സുകൾ ചേർക്കാം, കുറച്ച് ചവ്വരി ചേർക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ റാഗിയും കുറച്ച് ഗോതമ്പ്, ചവ്വരി, ചെറുപയർ, ഇത്രയും സാധനങ്ങൾ ഓരോന്നും കഴുകി വറുത്ത് പൊടിച്ചുണ്ടാക്കിയ പൊടിയാണിത്. മിക്സിയിലിട്ടാൽ നന്നായിട്ട് പൊടിക്കാൻ പറ്റും. മില്ലിൽ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ചീത്തയാവത്തില്ല. 3-4 മാസം വരെയും വളരെ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്ഡ് സ്പൂൺ ഇടാം. നമ്മൾ 1 ഹീപ്ഡ് സ്പൂണാണ് 1 ഗ്ലാസ്സിന് എടുക്കുന്നത്. അപ്പം നമ്മൾ 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് 2 ഹീപ്ഡ് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിന് 2.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം. റാഗി എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യത്തിന് ഒരുപാട് നല്ല സാധനമാണ്. വയറ്റിന് തണുപ്പും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കുറുക്കി കുറച്ച് ഇതാക്കി എടുക്കുമ്പോഴേക്കും നമുക്കിത് കുറഞ്ഞു വരും. അതുകൊണ്ട് കുറച്ചും കൂടി ഇതിനകത്ത് വെള്ളം ചേർക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് ആവശ്യത്തിന് വളരെ നേരിയതാക്കാം. അല്ല ഇച്ചിരി കട്ടി വേണം എന്നുണ്ടെങ്കിൽ പൊടി കൂടുതലായിട്ട് പൊടിയിട്ടെടുക്കാം. കട്ട കെട്ടാതെ ഇതിനെ നന്നായിട്ട് കലക്കി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ്സോ 1/4 ഗ്ലാസ്സോ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടത് കാച്ചാം. കാച്ചിയതിന് ശേഷം ഇതിന് മധുരത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ശർക്കരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ഉപയോഗിക്കാം, പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കരയോ ഈത്തപ്പഴമോ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കാച്ചുന്ന സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കരയിട്ട് അല്ലെങ്കിൽ കരിപ്പെട്ടിയിട്ട് ഇതിനെ കാച്ചാം. കാച്ചി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നട്ട്സ് വെച്ച് ഇതിനെ സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ ബദാമിൻ്റെ കട്ട്സും വാൾനട്ടിൻ്റെ കട്ട്സുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. ഇതിൽ ഞാൻ കുറച്ച് വെള്ള എള്ളും കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. വെള്ള എള്ള് കാൽഷ്യത്തിൻ്റെ ഒരു സോഴ്സാണ്. അപ്പം നമുക്ക് പൂർണ്ണാധികം ആരോഗ്യം എത്രയും കിട്ടുന്ന നാച്ചുറൽ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കാച്ചുമ്പം നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ നമുക്ക് ആവശ്യമായ മധുരത്തിന് ഇതിന് ശർക്കര ഇതിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ശർക്കരയോ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ ചേർത്തിട്ട് ഇത് കൈയെടുക്കാതെ കുറച്ച് നേരം കാച്ചണം. അപ്പം നമ്മുടെ ചൂടുള്ള റാഗി മാൾട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കട്ടി വേണമെങ്കിലും പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടി ഇടാം. കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പൊടി കുറച്ചാൽ മതി. അതുപോലെ തന്നെ മധുരവും. പിന്നെ ഇതിൽ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇടാം.
ഏലക്ക പൊടിയാക്കുമ്പോഴേ ഞാൻ ആക്കി വെക്കാറുണ്ട്. ഏലക്ക അല്ല, കുട്ടികൾക്കാണെങ്കിൽ വാനിലയോ മറ്റോ ചേർത്തിട്ട് ഇതിന് ഫ്ലേവറാക്കാം. ഈ ഒരു ഗ്ലാസ് ചൂട് ഡ്രിങ്ക് ഒരുപാട് എനർജി തരും കേട്ടോ. ഇതിന് നമുക്ക് ബദാമിൻ്റെ കട്ട്സും വാൾനട്ട്, അതായത് ആക്രോട്ടിൻ്റെ കട്ട്സും ഇട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കപ്പലണ്ടി ഇട്ട് സെർവ് ചെയ്യാം, കുറച്ച് തേങ്ങാപ്പീര ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും വെച്ച് നമുക്ക് റമദാൻ ഒരു ഉത്സവം തന്നെ ആക്കാം അല്ലേ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും റമദാൻ്റെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക.